ഹായ് ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്ളോഗ് ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഞാൻ മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല ഒരു ഡാഡ് ആൻഡ് സൺ ഹോളിഡേ, എക്സ്ക്ലൂസീവ് ഹോളിഡേ പോകുന്നത്. സോ ഞാൻ വിചാരിച്ചു ഒരു ദിവസത്തേക്ക് ഞാനും വേദും കൂടെ മാത്രം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോവാമെന്ന്. അങ്ങനെ ഇവിടെ ഒരു ഹോട്ടൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ ഏതാണെന്ന് നിങ്ങൾ നാളെ അറിയും. അപ്പൊ ഞങ്ങൾ പോവാണ്. അതിന്റെ പാക്കിങ്ങിന്റെ ഇടയിലാണ് ഞാൻ. പക്ഷെ ഒരാൾ ഇവിടെ ഇരുന്ന് എന്നെ സഹായിക്കുന്നുണ്ട്. ഇപ്പം സമയം 1:10 ആയി, രാത്രി 1:10. ഇനിയിപ്പം ഇവനെ ഉറക്കിയിട്ട് പിന്നെ എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് വേണം നാളെ എഴുന്നേറ്റ് പോകാൻ. സോ ഇതാണ് ഒരു വിഷയം. ഞങ്ങൾക്ക് ഏറ്റവും കുറവുള്ള സംഭവം ഉറക്കമാണ്. സോ വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ്. ഇത് വളരെ രസമായിരിക്കും. പ്രിയ പറയുന്നത് എനിക്ക് ഒറ്റയ്ക്ക് വേദുവിനെ മാനേജ് ചെയ്യാൻ വളരെ പാടായിരിക്കും എന്നാണ്. ഞാനും പ്രിയം രണ്ടുപേർക്കും എല്ലാം ചെയ്യാമെങ്കിലും ഒറ്റയ്ക്ക് ഒരാൾക്ക് മാനേജ് ചെയ്യാൻ വളരെ പാടായിരിക്കും എന്നാണ്. എന്നാലും അതൊന്ന് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വേദുവിന്റെ പാക്കിംഗ് തൊട്ട് ഭയങ്കര സൗണ്ട് വേദുവിന്റെ പാക്കിംഗ് തൊട്ട് എല്ലാം ഞാൻ തന്നെയായിരിക്കും ചെയ്യുന്നത്. അതൊന്നും കാണിക്കുന്നില്ല, ബോറിംഗ് ആയിരിക്കും. ഫുഡ് എടുക്കണം, ടോയ്സ് എടുക്കണം, പാത്രം കഴുകുന്ന ബ്രഷ് എടുക്കണം, ഒരു ദിവസത്തേക്കാണെങ്കിലും അവന്റെ ക്രീമും എല്ലാം എടുക്കണം. പക്ഷെ ഇതില് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എനിക്കൊന്ന് വേദുവിന് ഞാൻ കൊടുക്കാൻ പോകുന്ന ഒരു ഗിഫ്റ്റ് ആണിത്. ഞാൻ ബർത്ത്ഡേക്കാണ് ഇത് ഉദ്ദേശിച്ചത്. പക്ഷെ ഇതൊരു വളരെ 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 മെമ്മറബിൾ ഗിഫ്റ്റ് ആയിരിക്കും. അതെന്താ നിങ്ങൾ അവിടെ പോയി കാണാം. ഐ തിങ്ക് സോ ഹിൽ ട്രഷർ ദിസ് ഫോർ ഹിസ് ലൈഫ് ടൈം. സോ ഇതും ഞാൻ അവിടെ പോയിട്ട് തുറക്കുന്നതായിരിക്കും. ആൻഡ് ഗൈസ്, ഇത് ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഞാൻ അവരെ അപ്രോച്ച് ചെയ്തു, അവരെന്നെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ ഇത് ആക്ച്വലി ഒരു പെയ്ഡ് കൊളാബറേഷൻ ആണ്. ഞങ്ങളുടെ ഈ ഹോട്ടൽസ് ഒന്നും പെയ്ഡ് അല്ല, ഇത് ഒരു പെയ്ഡ് കൊളാബറേഷൻ ആണ്. പക്ഷെ അല്ലെങ്കിൽ ഞാൻ ഈ സാധനം ഓർഡർ ചെയ്താണ്. ബട്ട് ദിസ് ഇസ് സംതിങ് സ്പെഷ്യൽ. വേദു അത് അവിടെ പോയിട്ട് കാണാം. അപ്പോ ഗൈസ്, ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ്. ഇനിയിപ്പോ വേഗം പോയി കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ. എന്തായാലും ഇപ്പോഴും നടക്കില്ല. അപ്പൊ അടുത്തത് നമുക്ക് നേരെ നമ്മുടെ ഹോട്ടലിൽ വെച്ച് കാണാം. ബൈ. വേദു പോയി ചാച്ച്. ബൈ. വേദും ബൈ പറഞ്ഞു. ഈ ടോയ്സ് എല്ലാം കൂടെ പറക്കിക്കൊണ്ട് പോകണം. ബൈ ബൈ ബൈ. എന്നിട്ട് പോയി കിടക്ക്, ഒന്ന് പോയി കിടക്ക്. ചാച്ചാ ബൈ ബൈ പറഞ്ഞു. ചാച്ചാ നമുക്ക് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറ. ബൈ മാത്രം പറയൂ. ശരി. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആയി. ഇന്നലെ കിടന്നപ്പോൾ ലേറ്റ് ആയി, 3 മണിയായി. ഞാനും വേദവും ഒക്കെ കിടന്നപ്പോൾ. ഇപ്പൊ സമയം 2:10 ആയി. അപ്പൊ ഇപ്പോഴാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പൊ 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഈ ഫുൾ വീഡിയോ GoPro 9-ലായിരിക്കും എടുക്കുന്നത്. 2 കാര്യം. ഒന്ന്, ഇതിൽ ഷൂട്ട് എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന്. അപ്പൊ അതിനുവേണ്ടിയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. രണ്ടാമത്, ഞാനല്ല ഫുൾ പാക്ക് ചെയ്തത്. ഞാൻ പാക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഡ്രസ്സും അവന്റെ ഡൈപ്പേഴ്സ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ ഓർത്തു. അപ്പൊ ഞാൻ പോയി എഡിറ്റ് ചെയ്യാൻ തുടങ്ങി 3 മണിക്ക് ശേഷം കേട്ടോ. ആൻഡ് പിന്നെ പ്രിയാണ് ബാക്കിയൊക്കെ പാക്ക് ചെയ്തത്. അപ്പോൾ ഞാനല്ല പാക്ക് ചെയ്തത്, അതൊന്ന് പറയാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ പോകുന്നത് അടുത്ത താജിലാണ്. താജ് മറ്റേ മറൈൻ ഡ്രൈവിലുള്ളത്. സോ അതായിരിക്കും ഏറ്റവും കൺവീനിയൻറ്റ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് വേഗം തിരിച്ച് വരാമല്ലോ വീട്ടിലേക്ക്. വരേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. സോ ഐ എം വെരി എക്സൈറ്റഡ്, ഐ എം വെരി നെർവസ്. ആദ്യമായിട്ട് വേദുമായിട്ട് ഒരു ഫുൾ ഡേ ഒറ്റയ്ക്ക് ഞാനും വേദും മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പോവാണ്. സോ ഹോപ്പ്ഫുള്ളി ദിസ് വിൽ ബി ഫൺ. നിങ്ങളെല്ലാവരും പ്രിയാസ് റൂം ടൂർ ഒക്കെ മിസ് ചെയ്യും. കാരണം ഇതൊരു ഹോട്ടൽ വ്ളോഗ് അല്ലല്ലോ. ഞാനും എൻ്റെ വേദുവിൻ്റെ ടൈം കാണിക്കാനാണ് ഇത് എടുക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി സംതിങ് ഇന്നോവേറ്റീവ് ആൻഡ് എന്റർടൈനിങ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി നേരെ നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. വിശന്നിട്ട് വയ്യ. ബൈ. പ്രിയ ആദ്യമായിട്ടാണ് ഈ 2 വർഷത്തില് വേദുവിന്റെ അടുത്തുനിന്ന് മാറിയിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് 2 തവണ മാറിയിട്ടുണ്ട്. അതന്നെ, 2 വർഷമായിട്ട് ആദ്യമായിട്ടാണ് വേദുവിന്റെ അടുത്തുനിന്ന് മാറിയിരിക്കുന്നത്. അപ്പൊ എൻജോയ് യുവർ ഫ്രീ ടൈം. ബൈ. ഞാൻ വരും കേട്ടോ അങ്ങോട്ടേക്ക്. ബൈ. അപ്പൊ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡ്രൈവ് ഉള്ള വെക്കേഷൻ ആയിരുന്നു ഇത്. ഞാനും വേദും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടാ. വേദു ബാ പോവാ. ആദ്യമായിട്ട് അപ്പയും വേദു ഇങ്ങോട്ട് പോവാ. വേദു ഹാപ്പി അല്ലേ? വേദു വാ, നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. ബാ, നിന്നോണേ. അപ്പൊ ഇവിടെയും നമുക്ക് നല്ലൊരു റൂമാണെന്ന് തോന്നുന്നു. എനിക്ക് വ്യൂ ഇവിടുത്തെ കാണാനാണ് ഏറ്റവും എക്സൈറ്റഡ്. ഇപ്പൊ 6th ഫ്ലോറിലാണ്. റൂമിൽ പോവാം. പറ്റുമെങ്കിൽ ദില്ലൂസ് റൂം ടൂർ നിങ്ങൾക്ക് കാണാം. ദില്ലൂസ് ആൻഡ് വേദൂസ് റൂം ടൂർ. ഹായ് ഗായ്സ്, സോ വെൽക്കം ടു ദില്ലൂസ് റൂം ടൂർ. പ്രിയ ഇത് കാണുമ്പോൾ വളരെ മിസ്സാവും, വളരെ വിഷമാവും. കാരണം അടിപൊളി റൂമാണ്. വേദു അകത്തുണ്ട്. നമുക്ക് അകത്തേക്ക് പോവാം. 604. നിങ്ങൾ ഈ റൂമിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ ഞങ്ങളോട് പറയണം പ്ലീസ്. അപ്പോൾ ഇതൊരു സ്യൂട്ട് റൂമാണ്. ആൻഡ് ദിസ് ഇസ് ദി എൻട്രൻസ്. ഇവിടെ നല്ല സോഫയുണ്ട്. ആൻഡ് ഇത് കണ്ടോ, കയറുമ്പോൾ തന്നെ വാർഡ്രോബ് ഉണ്ട്. അപ്പോൾ ബെഡ്റൂമിൽ അത്രയും സ്പേസ് ഫ്രീ ആയിരിക്കും. ഇറ്റ്സ് എ റിയലി ബിഗ് വാർഡ്രോബ് വിത്ത് അയൺ ബോർഡും
എല്ലാം ഉണ്ട്. സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സ്, പിന്നെ ഇരിക്കാൻ സ്ഥലമുണ്ട്, ഒരു 6 സീറ്റർ ഉണ്ട്, സോറി 1 2 3 4 5 സീറ്റർ ഉണ്ട്. ആൻഡ് ബെസ്റ്റ് തിങ് ഇവിടെയും TV ഉണ്ട്. സോ ഇവിടെ ഇരുന്ന് പിള്ളേർ കുറേ പേർക്ക് TV ഒരുമിച്ച് കാണണമെങ്കിൽ കാണാനുള്ള സൗകര്യമുണ്ട്. ആൻഡ് ഇത് ഡ്രോയർ ആണ്, കോഫി ടീ എല്ലാം ഉണ്ട്. വേദു വിളിക്കുന്നുണ്ട്. വേദു ഡാൻസ് ചെയ്യുന്നു ഹാപ്പി ആയിട്ട്. This is a bedroom, guys. It's really spacious, really well decorated, wooden floor, surround sound കേട്ടോ, surround sound ആണ്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കണ്ട surround sound വേദു നമുക്ക് എൻജോയ് ചെയ്യാം. ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ ഇത് കാണുന്നത്. ആൻഡ് വേദുവിന് ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെയും TV ഉണ്ട്, ഇവിടെ മിനി ബാർ ഉണ്ട്, ലഗേജ് റാക്ക് ഉണ്ട്, ബാത്റൂം ഞാൻ കാണിച്ചു തരാം. വേദു അപ്പൊ ബാത്റൂം കാണിച്ചിട്ട് വരാം. ബാത്റൂമിന് മുമ്പിൽ ഒരു വാർഡ്രോബ് ഉണ്ട്, വാർഡ്രോബ് അല്ല മിറർ ഉണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദ ബാത്റൂം. സ്മോൾ ആണ്, പക്ഷെ ബാത്ടബ് ഉണ്ട്, വെരി ക്ലീൻ, വേണ്ട എല്ലാം ഉണ്ട്, ടോയ്ലറ്ററീസും എവറിത്തിങ് ഇസ് ദേ. ഇവിടെ എനിക്ക് വേദുവിനെയും കാണാം, സോ അതൊരു സൗകര്യമാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം പ്രിയ പറയുന്ന പോലെ ഇവിടുത്തെ ഹൈലൈറ്റ് വേദുവാണ്, നമ്മുടെയൊക്കെ ഹൈലൈറ്റ്. എന്നാലും ഹൈലൈറ്റ് ഇസ് ദിസ് ഗൈസ്. ഈ ഒരു വ്യൂ കണ്ട റൂമിൽ നിന്നുള്ളത്, ഇറ്റ് ഇസ് സോ ഗുഡ്. ബാൽക്കണി ഉണ്ടായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അല്ലെങ്കിൽ മെറൈൻ ഡ്രൈവിൽ നിന്നുള്ള ഈ ഒരു വ്യൂ, ദിസ് ഇസ് അൺബിലീവബിൾ. വാട്ട് വി ആർ ഗോയിങ് ടു എൻജോയ് ദ സ്റ്റേ. വേദു ഹൈഫൈ വേദു, നന്നായി അമ്മ വരാത്തത്. ഈ ആപ്പിൾ എടുത്തിട്ട് ഗ്രേപ്സ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഗ്രേപ്സ് വേദതല്ല, അതൊരു ഭാഗ്യം. ഐ ലവ് ദ ഡീകോർ കേട്ടോ. പ്രോപ്പർ വുഡ് ആണ്. ഇവിടുത്തെ ഒരു ഫീൽ തന്നെ ഭയങ്കര ഫീലുള്ള റൂമാണ്. ആബ്സല്യൂട്ട്ലി ലവ് ദിസ് റൂം, എസ്പെഷ്യലി വിത്ത് ദിസ് വ്യൂ. വേദു ഭയങ്കര എക്സൈറ്റഡ് ആണ്. വേദു ഡാൻസ് 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 ഡാൻസ്. ഇതായിരിക്കും ഏറ്റവും ചലഞ്ചിങ് കഴിക്കാനായിട്ട്. വേദുവിനെ എടുത്ത് ഫുഡ് റിവ്യൂ ഒന്നും എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അധികം ഇതിൽ ഫുഡൊന്നും കാണില്ല കേട്ടോ, അതൊരു ഇതുണ്ട്. ഞാൻ നന്നായി കഴിക്കുമായിരിക്കും, പക്ഷെ അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നോക്കാം, പറ്റുന്ന അത്ര റെക്കോർഡ് ചെയ്യാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു പഴയ ഒരു ഫീല്, പക്ഷെ വെരി വെൽ മെയിൻറ്റെയിൻ അല്ലേ വേദു? ഒന്നും കൂടെ ഹൈഫൈ തന്നേക്ക്. ഇത് ഒരുപാട് നോസ്റ്റാൾജിക് മെമ്മറീസ് വരുന്നതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന പണ്ട് ഉള്ള 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു റെസ്റ്റോറൻ്റ് ആണ് ബബിൾ കഫേ. അന്നും ഇതുപോലത്തെ ഈ വഞ്ചി ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടുത്തെ ഒരു ഫീല് ഇതുവരെ എനിക്ക് വേറെ ഒരു റെസ്റ്റോറൻറ്റിലും കിട്ടിയിട്ടില്ല. കാരണം ശരിക്കും ഒരു ബബിളിൻ്റെ ഷേപ്പിൽ ഒരുപാട് ഓപ്പൺ സീലിംഗ് ഒക്കെ കണ്ട. ഇങ്ങനെയാണ് നേരെ മെറൈൻ ഡ്രൈവ് വാക്ക് വേ ആണ് ബാക്കിൽ കാണുന്നത്. ഇറ്റ്സ് ഓൾവേസ് ബീൻ എൻ അമേസിങ് ഫീലിംഗ് ഡൈനിങ് ഹിയർ. പഴയ ഒരു ഫീലിംഗ് തന്നെയാണ് ഇവിടെയും വരുമ്പോൾ, പക്ഷേ എക്സ്ട്രീംലി വെൽ മെയിൻറ്റെയിൻ. പക്ഷേ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ദേ ഹാവ് മെയിൻറ്റെയിൻ ഇറ്റ് ലൈക്ക് ഹൗ ഇറ്റ് വാസ്. അതാണ്. ആൻഡ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഈ ഒരു വ്യൂവിൽ ഉള്ളൊരു ഡൈനിങ് റൂം, സംതിങ് ഡിഫറെൻറ്റ്. ഭയങ്കര ഒരു ഫീലാണ്, എസ്പെഷ്യലി ഇൻ ദ നൈറ്റ്. സോ ഫുഡൊന്ന് നോക്കാം, ലിമിറ്റഡ് മെനു ആയിരിക്കും, എന്തായാലും നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഹായ് ഗൈസ്, ഹാപ്പി ന്യൂസ്. ഇവിടെ പോക്കുണ്ട്. ഞാൻ പോക്ക് ചോപ്സ് ആണ് ഓർഡർ ചെയ്തത്, പക്ഷേ ഷെഫ് എന്ന് പറഞ്ഞ് ചോപ്സ് ആയിട്ട് കിട്ടിയില്ല. പക്ഷേ വെരി ഹൈ ക്വാളിറ്റി പോക്കുണ്ട്, അത് ബാർബക്യൂ ചെയ്ത് ക്യൂബ്സ് ആയിട്ട് എടുക്കാമെന്ന്. സോ അത് തന്നെ ഒരു അടിപൊളി തുടക്കം തന്നെയാണ്. ആൻഡ് ഈ ഒരു ഫീൽ ഉണ്ടല്ലോ, ബ്രിങ്ങിങ് ബാക്ക് ലോട്ട് ഓഫ് മെമ്മറീസ്. ആൻഡ് വേദു ഇവിടെ ഹാപ്പിയാണ്, മൊബൈലിൽ ഇരുന്ന് TV കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഹോപ്പ്ഫുള്ളി ലഞ്ച് എൻജോയ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് റൂമിൽ പോയി കുറച്ച് നേരം വേദുവിന് ഫുഡ് കൊടുക്കണം, അതിന് കിടന്ന് ഉറങ്ങണം, വൈകുന്നേരം സൺസെറ്റ് കാണാൻ പോകണം. ജസ്റ്റ് എ നോർമൽ ഡേ, പക്ഷേ ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഹാപ്പി ഡേ. പ്രിയ ഇതൊക്കെ കണ്ട് മിസ്സാവും. പ്രിയ ഇതൊക്കെ അറിയുന്നത് ഞാൻ തിരിച്ച് വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോഴേ ഉള്ളൂ, കാരണം അധികം ഇൻസ്റ്റാഗ്രാമിലൊന്നും പോസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അറിയാം, സിംബ എൻ്റെ സാൻഡിൽസ് കടിച്ചു പൊട്ടിച്ചു എന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിയൊരു എൻ്റെ ലൈഫിൽ ഉപയോഗിച്ച ഏറ്റവും ബെസ്റ്റ് സാൻഡിൽസ് ആണ്. ജസ്റ്റ് കാണിക്കുവാണ്, ഓൺലൈൻ വാങ്ങിയതാണ്. അണ്ടർ ആർമർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു H4 ഫോമ അങ്ങനെ ഏതൊരു സാൻഡിൽസ് ആണ്. ഞാൻ വെറുതെ റോക്ക് ഇടുന്ന കണ്ടിട്ട് വാങ്ങിയതാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് കംഫർട്ടബിൾ സാൻഡിൽസ് ഐ ഹാവ് എവർ വോൺ. ദിസ് ഈസ് അൺബിലീവബിളി കംഫർട്ടബിൾ. നന്നായി സിംബ എൻ്റെ പഴയത് പൊട്ടിച്ചത്. ഇത് ഞാൻ വീട്ടിൽ അകത്തായിരിക്കും വെക്കുന്നത്. ദിസ് ഈസ് സോ ഗുഡ് ഗൈസ്. അപ്പോൾ മീൽ വന്നു, ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ കേട്ടോ. ഇത് നല്ല ബാർബക്യൂ പോക്കാണ്, അതിൻ്റെ കൂടെ പോക്ക് ക്യൂബ്സ് ആണ്. സോ ആപ്പറ്റൈസിങ്. എനിക്ക് ഇത്രയും കൊതി ഈ അടുത്തൊന്നും വന്നിട്ടില്ല. അതിൻ്റെ കൂടെ നല്ല ഹാൻഡ് കട്ട് ഫ്രൈ വെജസ് ഉണ്ട്, വിച്ച് ഇസ് വെരി ക്രിസ്പ്. സം സ്പെഷ്യൽ കോട്ടിംഗ് ഒക്കെ ഉണ്ട്, ആൻഡ് സം വെജിറ്റബിൾസ്. പെർഫെക്റ്റ്. ആൻഡ് ഏത് അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഭാഗ്യൻ്റെ വേദ ഹാപ്പിയായിട്ട് നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഈ ഗാർലിക് ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടാകും, അപ്പോൾ അത് കഴിക്കും. ഇനി സെർലാക്ക് വേണമെങ്കിൽ ഇനി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ ഇത് ധാരാളമാണ്. ഞാൻ ഇനി എൻ്റെ മീൽ കഴിക്കാം. പൊട്ടറ്റോ വെജസ് ഭയങ്കര ടേസ്റ്റിയാണ്. ഇത്രയും ക്രിസ്പിയും ഇത്രയും വലിയ പൊട്ടറ്റോ വെജസ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്.
വേദു ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് റിവ്യൂവിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ കാണും. ഒരു രക്ഷയില്ല, ഫുഡ് ഭയങ്കര ടേസ്റ്റ്. പോക്കാൻ തൊട്ടിട്ടില്ല, ഭയങ്കര കൊതിയായിരിക്കുവാണ്. പക്ഷെ അതിൽ ലാസ്റ്റേ കഴിക്കുള്ളൂ. ഈ ഫ്രഞ്ച് ഫ്രൈസ് പൊട്ടറ്റോ വെജസ് തന്നെ ഇറ്റ്സ് അൺബിലീവബിളി ഗുഡ്. ആൻഡ് ദിസ് ബ്രെഡ് ഓൾസോ ഫ്രഷ്ലി ബേക്ഡ് ആണ്. ഇറ്റ്സ് സോ സോഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ്. ഗൈസ് നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ വേദുവിന് പൊതുവെ സെർലാക്കാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ സെർലാക്കിൻ്റെ 18 months-ൻ്റെയാണ്. സോ അതിന് മിക്സ് ചെയ്ത് അത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം, അല്ലെങ്കിൽ വേദു ചിലപ്പോൾ ഉറങ്ങാൻ സാധ്യതയുണ്ട്. എനിക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. കണ്ട റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേദു ആപ്പായിട്ട് ഓടി കളിക്കുവാണ്, ഒരു വിഷയമില്ല. ജമ്പിങ് ആണ് വേദു, ജമ്പിങ്. ബാ എന്നാ ഇത് കഴിക്ക്, ബാ. എവിടെ കളിയുടെ ഇടയിൽ ഇത് കഴിക്കത്തില്ല. ഞാൻ ഈ റൂമിൽ പോയിട്ടേ കൊടുക്കുന്നുള്ളൂ. ഇവിടുന്ന് കുറച്ചേ കഴിച്ചുള്ളൂ വേദു സെർലാക്ക്. ഇത് ഇത്ര ഒരു സ്പൂണേ കഴിച്ചുള്ളൂ, ഇനി ബാക്കി റൂമിൽ പോയി കൊടുക്കാം. അപ്പം അടുത്തത് ബാബയ്ക്ക് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പീസ് കുറച്ച് ഫാറ്റ് ഉള്ളതും ഒരു പീസ് ഫുൾ മീറ്റും. ഗ്ലേസിങ്, ഇതിൻ്റെ സ്മെല്ല്, റോസ്മേരിയുടെ സ്മെല്ല്, ബാബയ്ക്യൂ സോസിൻ്റെ സ്മെല്ല്, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ കാണാം. കുറച്ച് സ്പൈസി സ്വീറ്റ് ആവാനാണ് സാധ്യത. ഇതെനിക്ക് കഴിക്കാൻ പേടി, തീർന്നു പോകുന്നുള്ള ഒരു ടെൻഷനിൽ. വേദു വന്നിട്ടുണ്ട് ബ്രെഡിന്. വേദു എന്നാ എവിടെ വെറുതെ വന്നിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഓടാനാ. ഡാൻസിങ് ഫുൾ ഹാപ്പിയാ. അവർ പോക്ക് അടിപൊളി, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഐ ഡോണ്ട് ഹാവ് വേർഡ്സ് ടു എക്സ്പ്രസ്. ചെറുതായിട്ട് ബാബയ്ക്യൂ സോസിൽ ചെറിയൊരു സ്വീറ്റ്നെസ്സേ ഉള്ളൂ, പക്ഷെ ഒരുപാട് ഫാറ്റ് ഇല്ല, കൂടുതൽ മീറ്റാണ്. വേറെ ഒന്നും പറയില്ല. ഇങ്ങനത്തെ ഒരു 2-3 പോർഷനെങ്കിലും വേണം എനിക്ക് കൊതി തീരണമെങ്കിൽ. ഗൈസ് വേദു റെസ്റ്റ്ലെസ് ആയി തുടങ്ങി. എൻ്റെ എൻ്റെ മീൽ കഴിഞ്ഞു, പക്ഷേ ഡെസേർട്ട് കഴിക്കാൻ സമയമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഫുഡിൽ ഡെസേർട്ട് കഴിക്കാതെ പോവാണ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട്. ഓൾ ബിക്കോസ് ഓഫ് യു വേദു. യു ഹാവ് ടു ബൈ മീ എൻ ഐസ്ക്രീം വെൻ യു ഗ്രോ അപ്പ്. ഓക്കെ, ഒരു ദിവസം ലഞ്ചിന് അപ്പനെ കൊണ്ടുപോകുമ്പോൾ വേദു ഐസ്ക്രീം വാങ്ങി തരണം അപ്പയ്ക്ക്, കേട്ടാ. അപ്പം ലിഫ്റ്റ് പിടിച്ചിട്ടുണ്ട്, ഓടിക്കോ, റൂമിലേക്ക് ഓടിക്കോ കേട്ടാ. ബാ. വേദുവിനെ ഭയങ്കര സ്ലിപ്പറി ഫ്ലോർ ആയതുകൊണ്ട് പിടിക്കാതെ നടക്കാൻ കുറച്ച് ടെൻഷൻ. ബാ, ഇതാ റൂം വേദു. ഇത് ഇങ്ങോട്ട് ബാ, ബാ, ബാ. നീ ഫുഡ് കഴിക്കണം, എന്നിട്ട് പാമ്പേഴ്സ് മാറ്റണം, ചാച്ചണം. ഷൂ വേദു, ഷൂ എപ്പോഴും ഷൂ ഇടണം ആരെങ്കിലും വീട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ റൂമിൽ കയറുന്നതിന് മുമ്പ്. ഗുഡ് ഹാബിറ്റ് അല്ലേ ഇത്? ഓ ബാത്റൂമിൽ പിന്നെ പോവാം, ടബി പിന്നെ കുടിക്കാം. ബാ, അപ്പൊ ഫുഡ് തരാം. ഇതും കൂടെ പിടിച്ചോണ്ട് പോവായിരുന്നു വേദുവിന്. വാവ്. അപ്പൊ അവസാനം ഫുൾ തീർന്നിട്ടുണ്ട്. ഫുള്ള് കൊടുത്തില്ലെങ്കിൽ പ്രിയ വഴക്ക് പറയും. ഇത് ഗുഡ് ബൈ ആയി ഫുള്ളും കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം പാമ്പേഴ്സ് ഒക്കെ മാറ്റിപ്പോയി ചാച്ചാം കേട്ടാ. ബാബ ഇത് വാ കഴുകാം. അപ്പൊ വേദു ഫുൾ ഗുഡ് ബൈ ഫുള്ള് കഴിച്ചിട്ടുണ്ട്. ഇനി വരുന്ന പാമ്പേഴ്സ് ഒക്കെ മാറ്റി ഒന്ന് കിടത്തി ഉറക്കണം. അതാണ് ഞാൻ അടുത്ത ചലഞ്ച്. ബാബ വേദു അപ്പുറത്ത് കിടന്ന് മറ്റേ ഹാളിൽ കിടന്ന് ഭയങ്കര ബഹളമാണ്, പ്രാം തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനെ എടുത്തോണ്ട് ഇവിടെ ഒന്ന് കിടത്തുമ്പോൾ ചിലപ്പോൾ ഒരു കരച്ചിൽ കാണും. വേദു വാ, വരുന്നുണ്ട്. ഇല്ല, ഓടി തിരിച്ചു. കിട്ടിപ്പോയി, ആളെ കിട്ടിപ്പോയി. ഒരു ഉമ്മ വെച്ച് ചിലപ്പോ കിട്ടും. ഉമ്മ വരുവോ? ഉമ്മ വന്നില്ല. ഗോസ്റ്റിന്റെ ഉമ്മയല്ല, സാധാരണ ഉമ്മതാ. പാമ്പർ മാറ്റാ.
നമുക്ക് ഇതൊരു റേസ് പോലെയാണ്, അധികം ടൈം കിട്ടില്ല. അപ്പൊ വേഗം മാക്സിമം ഒരു 1 മിനിറ്റില് അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡ്സിലൊക്കെ വൈപ്സ് ഉപയോഗിച്ച് പാമ്പേഴ്സ് മാറ്റി എല്ലാം കഴിഞ്ഞ് ഇതുപോലെ റെഡി ആക്കണം. ഇനി ഡാൻസ് 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 ഡാൻസ്. നൈസ്. വേദുവിനെ ഫുഡ് കൊടുത്ത് പാമ്പറും മാറ്റി കുപ്പി കഴുകി വെച്ച് കഴിയുമ്പോഴേക്കും 1/2 ലിറ്റർ വെള്ളം അത്യാവശ്യമാണ്. ഫുഡൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം ഞാനും വേദും കൂടെ കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്പർ 1 വേദു കിടക്കുന്നില്ല, നമ്പർ 2 വേദു അപ്പിയിട്ടു. ഇനിയിപ്പോൾ അതുകൊണ്ട് കുളിപ്പിച്ച് കഴുകി ഡ്രസ് പിന്നെയും പാമ്പറൊക്കെ മാറ്റി എന്നിട്ട് വേണം കിടത്താൻ. കുറച്ച് ക്രീമും കൂടെ ഇടണം, അവൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ എപ്പോൾ മേല് കഴുകിയാലും ക്രീം ഇടണം. പക്ഷെ ആളൊന്നിനും റെഡിയോ അല്ല, അവിടെ വെറുതെ എന്തൊക്കെയോ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുക. ഈ ഡെസ്ക് തുറക്കും, സാധനം വെക്കും, സാധനം കയറാത്തോണ്ട് ദേഷ്യം വരും, എന്നെ ഒന്ന് അടിക്കും. അപ്പോൾ മിക്കവാറും ഉച്ചയ്ക്ക് വൈകുന്നേരം ഒന്നും ഉറക്കം നടക്കുന്നതായിരിക്കില്ല, കാരണം ഇവിടെ സൺസെറ്റ് ഭയങ്കര ഭംഗിയാന്ന് കേട്ടിട്ടുണ്ട്, അതൊന്ന് കാണണം. വേദു വാഷ് ചെയ്യാൻ പോവാം നോന്ന് കണ്ട. ആദ്യമായിട്ടാണ് ഞാൻ ലോകത്ത് തന്നെ കേട്ടോ ഒരുപാട് ഹോട്ടലിൽ പോയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്ട്രാ ഗാർബേജ് ബാഗ്സിന്റെ ഒരു ഇത്രയും ഒരു കവർ വെക്കുന്നത്. ഇതിൽ 30 ഗാർബേജ് ബാഗ്സ് ഉണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, കാരണം എസ്പെഷ്യലി പാമ്പേഴ്സ് ഒക്കെ കളയാൻ നമുക്ക് ഇവിടെ സാധാരണ വേസ്റ്റിന്റെ കൂടെ ഇടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങളാണ് പൊതുവെ കവർ ചെയ്യുന്നത്. പക്ഷെ ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു ഹെൽപ്പാണ്, ഭയങ്കര ഹെൽപ്പാണ് ഇത്. അത് ഡൈപ്പേഴ്സ് കളയാൻ വളരെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സംഭവം അവരിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് വീണ്ടും ഡൈപ്പർ ആൻഡ് ഡ്രസ്സിംഗ് ടൈം. റൗണ്ട് 2 ഡൺ. സെക്കൻഡ് ബോട്ടിൽ ഓഫ് വാട്ടർ റെഡി. കളിക്കണ്ടേ? ഇത് കണ്ട ദിയനെ കണ്ടു പഠിച്ചത് കേട്ടാ. അന്തു ദിയാണ് ഇതിന് ഉത്തരവാദി. ഇതുവരെ ചെയ്യാത്ത ആളായിരുന്നു വേദു. ചാച്ചാപ്പ നോന്ന് വേദുവിന് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് വേദു ഇങ്ങനെ എൻ്റെ ചുണ്ട് പിടിക്കുന്നത്. അങ്ങനെയാ വേദു ഉറങ്ങാറുള്ളൂ. ഉറക്കം ഒന്നും നടന്നില്ല. പക്ഷെ സൺസെറ്റ് ആയതുകൊണ്ട് ഞാനും വേദും കൂടെ ഒന്ന് സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചു. ഇറങ്ങിക്കോ വേദു, നോക്കാം എങ്ങനെയാ സൺസെറ്റ് നോക്കാം. എന്തായാലും ഉറങ്ങിയിട്ടില്ല. വൈകുന്നേരം ഉറങ്ങാത്ത ആള് ഭയങ്കര ക്രാങ്കിയാണ് സാധാരണ. പക്ഷെ ഇന്ന് എന്തോന്നറിയില്ല, ഈ ഔട്ട് ഹൗസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പി ആയിരിക്കുമല്ലോ. ഓ ഗൈസ്, ഇത് സ്റ്റണ്ണിങ് ഒരു ടെറസ് ആണ്. ഇത് പൊതുവെ ഓപ്പൺ അല്ല, ഇവരെ നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ ഓപ്പൺ ചെയ്ത് തരും. പക്ഷെ ദിസ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. നല്ല ഒരു സൺസെറ്റ് വ്യൂ ആണ്. എന്തായാലും മതിൽ ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് സേഫ് ആണ്. വെരി നൈസ് നോ വേദു. നല്ല കാറ്റില്ലേ? ഇല്ലേ? അമ്മയുടെ ഫേവറേറ്റ് സൺസെറ്റ് ആണ്. അപ്പൊ മിസ്സാവും അത്. യാ, അപ്പൊ ഒരു ഹൈഫൈ തന്നേക്ക്. യാ, ഓ യെസ്, തുറന്നു വേദു. നമുക്ക് നടന്നിട്ട് വരാൻ വേദു. തിരിച്ച് ഇതിൽ കൂടെ തന്നെ വരാമല്ലോ അല്ലേ? ഏത് ബെല്ല? ആ ശരി, കോളിംഗ് ബെല്ലൊക്കെ ഉണ്ട്. അടിപൊളി. ഇനി കൈ പിടിക്കാൻ സമ്മതിക്കില്ല വേദു. ഡാൻസ് ചെയ്യണം. വലിയ തിരക്കില്ല ഭാഗ്യത്തിന്. കണ്ട വേദു, വാ നമുക്ക് നടന്നിട്ട് വരാം. ബാ. ഞാൻ അധികം നടക്കുന്നില്ല, കാരണം കണ്ട ഇത് പ്ലേസ് ഇസ് റിയലി ബാഡ്ലി മെയിൻറ്റെയിൻ. എനിക്കൊന്ന് റിനോവേഷൻ വർക്ക് നടക്കുമെന്ന് തോന്നുന്നു. പക്ഷേ സ്ഥലമൊക്കെ ഭയങ്കര ഡേർട്ടിയൊക്കെ കിടക്കുക. അപ്പോൾ എന്തായാലും ഇനി അധികം നടക്കുന്നില്ല. തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി വേദുമായിട്ട് എന്തെങ്കിലും കളിക്കാം, അതാണ് നല്ലത്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. വേദു നന്നായി വെള്ളം കുടിക്കുവാണ്. പിന്നെ ഒരു വളരെ സാഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കോൾഡ് കോഫി കിട്ടിയില്ല. ഇവിടുന്ന് കോൾഡ് കോഫി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അറിയാം, സ്വിഗ്ഗിനെ കൊണ്ട് ഈ അമൂലിൻ്റെ കോൾഡ് കോഫി വാങ്ങിച്ചു. ഇതിനാകെ കൂടി 20 രൂപയുള്ളൂ. സ്വിഗ്ഗിക്ക് 60 രൂപയാണ് ഡെലിവറി. മറ്റേ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ആണ്. സ്വിഗ്ഗി ജീനി ഉപയോഗിച്ച്. എന്നാലും കോൾഡ് കോഫി ഇല്ലാതെ ഇങ്ങനെ വെളിയിൽ പോകുമ്പോൾ ഒരു ഹോട്ടലിൽ ഇരിക്കുന്ന മോശമല്ലെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ അമൂലിൻ്റെ കോൾഡ് കോഫിയാണ് ഇന്ന് കുടിക്കുന്നത്. ആൻഡ് വേദു ഞാനും പകുതി ദിവസം ആയിട്ടുള്ളൂ. പക്ഷെ ഐ എം സോ എക്സോസ്റ്റഡ്. വേദു എനർജി ഇനി ഒരുപാട് കളയാനുണ്ട്, എന്നാലും രാത്രി ഉറങ്ങത്തുള്ളൂ. സോ ഹാഫ് ഡേ ആകുമ്പോൾ തന്നെ ഒറ്റയ്ക്ക് നോക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. വേദു ഇനി കുറച്ച് നേരത്തേക്ക് അപ്പ് ഇടല്ല, ഇനിയും കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം.
നോക്കാം. ബാ വേദുവിനെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. ബാ നൈസ് ആണോ വേദു? ഞങ്ങൾ ഒരിക്കലും കൊടുക്കാറില്ല, പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊടുക്കും. അവർക്കൊരു സന്തോഷമല്ലേ. വേദു തന്നെ എടുത്തു വന്ന് കഴിച്ചോളും. അപ്പൊ ഞാൻ എൻ്റെ അമൂലിന്റെ കോൾഡ് കോഫി കുടിക്കട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഒരു ഹൈഫൈ കൂടെ തന്നേക്ക്. ഒരു ഹൈഫൈ കൂടെ തന്നേക്ക്. ഇല്ല, ഫുഡ് കഴിക്കുമ്പോ മൈൻഡ് ചെയ്യില്ല വേദു. വേദോ ചിപ്സ്, ദേ ചിപ്സ്. നൈസ് ആണ് വേദു. വേദിന്റെ ഹെഡ് എവിടെ? ഗുഡ് ബോയ്. നോസ് എവിടെ? ഗുഡ് ബോയ്. ഐസ് എവിടെ? ഗുഡ് ബോയ്. മൗത്ത് എവിടെ? ഗുഡ് ബോയ്. ഫിംഗേഴ്സ് എവിടെ? ഗുഡ് ബോയ്. ടോസ് എവിടെ? ഗുഡ് ബോയ്. സ്റ്റൊമക്ക് എവിടെ? അത് ബമ്മ, അത് സ്റ്റൊമക്ക്. ഗുഡ് ബോയ്. ഹൈ ഫൈ. യാ, ഇഷ്ടമായോ? നൈസ് ആണോ? ആണോ? ആ, ഇതിന്ന് എൻജോയ് ചെയ്ത് കഴിക്കുക. ബൈ. ഓക്കെ, സമാധാനത്തോടെ ഇരുന്ന് കഴിച്ചോ. ബൈ. ആ, എനിക്ക് കുളിക്കാറായി. അപ്പൊ വേദുവിനെ വേഗം ടിവിയുടെ മുമ്പിൽ ഇരുത്തിയിട്ട് ഞാൻ പോവാണ്. അപ്പൊ ഞാൻ ഇപ്പോഴാണ് ഇതൊന്നും അധികം വീട്ടിലൊന്നും അറിയാറില്ല, പക്ഷെ ഇങ്ങനത്തെ എന്തൊരു പ്ലാനിങ് വേണം നമ്മുടെ ഒരു കുളിക്ക് തന്നെ. ഞാൻ ഭാഗ്യം ഇവിടുന്ന് വിൻഡോ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, പിന്നെ ഡോറും അടച്ചിടാൻ പറ്റില്ല. ബാത്റൂം ഡോറ് തുറന്നിട്ടിട്ട് എന്നെ കുളിക്കണം. എന്തൊരു ചലഞ്ചിങ് അല്ലേ, ഓരോ ചെറിയ കാര്യങ്ങൾ തന്നെ എന്തൊരു ചലഞ്ചിങ് ആ. സിംഗിൾ മദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് മക്കളെ നോക്കുന്ന അമ്മമാർക്ക് സല്യൂട്ട്. ഇത് ഇന്നത്തെ നാളെ രാവിലെ ഞാൻ പറയാം എന്റെ സ്ഥിതി എന്തായിരിക്കും. വേദു അപ്പൊ വേഗം വരാൻ. ഞാൻ കുളിച്ചു കഴിഞ്ഞു. എനിക്ക് ആ കൂടെ ഒരു 3-4 മിനിറ്റിന്റെ കാര്യമില്ല, വേഗം കുളിച്ചു കഴിയും. പക്ഷെ ഇപ്പോഴേ ആലോചിച്ച് ഞാൻ പോയി കുറച്ചേരം ഇരിക്കണം എന്നൊക്കെ വിചാരിച്ച ഫോണിലൊക്കെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കി നടക്കില്ല. അവിടെ വേദുവിനെ കുളിപ്പിക്കണം, ആ ഒരു കാര്യം ഞാൻ മറന്നുപോയി. ദിസ് ഇസ് സച്ച് എ ഹെക്ടിക് ഡേ. ഇതൊരു വെക്കേഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. വേദു ബാ കുളിക്കാം, ടബിലിരിക്കാം. ബാ, ഹാപ്പി ആവും, ഹാപ്പി ആവും, ഹാപ്പി ആവും. ആ ആ ആ, ഉണ്ടോ? അങ്ങനെ കാണിച്ചോ? കാർട്ടൂണിലെ ചേട്ടൻ അങ്ങനെ കാണിച്ചോ വേദുവിനെ? തലമുട്ടിയോ ചേട്ടന്റെ? ഞാൻ ഈ 7 മണിയൊക്കെ സാധാരണ നല്ല അടിപൊളി കോഫി ഷോപ്പിൽ ഇങ്ങനെ ഹോട്ടലിലൊക്കെ പോകുമ്പോ നല്ല ഒരു കോഫി ഷോപ്പിലൊക്കെ പോയിരുന്നാണ് സാധാരണ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ബാത്റൂമിലാണ് ഇരിക്കുന്നത്. 100% കേട്ടോ. ഒറ്റയ്ക്ക് ഒരു കൊച്ചിനെ നോക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു ദിവസത്തേക്ക് ഈവനിങ് ആയപ്പോൾ തന്നെ ഇപ്പം 7 മണിയായി. ഐ എം സോ എക്സോസ്റ്റഡ്, ഡെഫിനറ്റ്ലി എക്സോസ്റ്റഡ്. ഇതൊരു വെക്കേഷൻ ആയിട്ട് കൂട്ടാൻ പറ്റില്ല. സോ സിംഗിൾ ആയിട്ട് കുട്ടികളെ നോക്കുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ആൻഡ് വേദുവിനെ ഭാഗ്യം ടബുള്ള കാരണം കുറച്ചേരം സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട് അല്ലേ വേദു? ഇത് കഴിഞ്ഞിട്ട് വേദു ചിലപ്പോൾ ഉറക്കം വരും, പക്ഷെ ഉറങ്ങിയില്ലെങ്കിൽ രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. നേരത്തെ നോക്കാം മാക്സിമം ഉറക്കാതിരിക്കാൻ. പിന്നെ ഒരു ടിപ്പ് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ വേദുവിന് എല്ലാ ദിവസവും ഈവനിങ് ഒരു ബാത്ത് ടബിലിരുത്തി ഒരു വാം ബാത്ത് കൊടുക്കും. ഒരു 8 o'clock 9 o'clock ഈവൻ ഒരു 10 o'clock ആയാലും തല കുളിപ്പിക്കില്ല. വൈകുന്നേരം എപ്പോഴും ഞങ്ങളൊരു വാം ബാത്ത് കൊടുക്കും. സോ ദാറ്റ് ഹാസ് ഹെൽപ്ഡ് ടു ഗെറ്റ് എ ബെറ്റർ സ്ലീപ്പ് കേട്ടോ. ഞങ്ങൾക്കൊരു ടിപ്പാണ്, കുഞ്ഞുങ്ങൾ ഉറങ്ങാനൊക്കെ രാത്രി പാടാണെങ്കിൽ ഒരു നല്ല വാം ബാത്ത് കൊടുത്തിട്ട് ഡിന്നറും കൊടുത്ത് കിടത്തി കഴിഞ്ഞാൽ there are chances that they might sleep better. ഞങ്ങൾക്കത് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. കുളിച്ച് അവസാനം ടബിൽ നിന്ന് ഇറങ്ങി. അത് ഏകദേശം ഒരു 25 minutes കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഈ അടുത്ത യുദ്ധം വീണ്ടും ഡ്രസ്സ് ഇപ്പിച്ച് ക്രീം ഇട്ട് പാമ്പേഴ്സ് ഇടിപ്പിക്കുക, അതാണ് ഈ അടുത്ത യുദ്ധം. ഇത് കുഴപ്പമില്ലായിരുന്നു, ഭാഗ്യത്തിന് വേദു കുറച്ച് കാമായിരുന്നു. ഇനിയിപ്പോ എന്താ പരിപാടി നോക്കി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഡിന്നറിന് പോവാ. വേദു ഉറങ്ങാതിരുന്നാൽ മതിയായിരുന്നു ഇപ്പൊ, അല്ലെങ്കിൽ പിന്നെ ഇനി രാത്രി ഉറങ്ങില്ല. മാക്സിമം വേദുവിന് ഉറക്കാതെ ഞാനും വേദുവും കൂടെ ഡിന്നറിന് പോകുന്നത് ആയിരിക്കും. കണ്ട രാത്രിയാണ് ശരിക്കും ഈ ബബിൾ കഫേയുടെ ഒരു ഫീല്. വൈകുന്നേരം നല്ല വ്യൂ ആണെങ്കിലും രാത്രി ഭയങ്കര നല്ല ആംബിയൻസ് ആണ്. പപ്പടം ഒരു മലയാളിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാൽ ഒരിക്കലും അത് കഴിക്കാതിരിക്കാൻ പറ്റില്ല, എത്ര ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിലും. ആർക്കെങ്കിലും പപ്പടം ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്, മഷ്റൂം സൂപ്പാണ്. പക്ഷേ ഇത് വൈൽഡ് മഷ്റൂം കപ്പച്ചീനോ എന്ന് പറഞ്ഞ സൂപ്പാണ്. ഞാൻ എന്താ കപ്പച്ചീനോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഞാൻ വെച്ചാൽ കോഫിയുടെ ഫ്ലേവർ ആയിരിക്കുന്നത്. അതല്ല, ഇതിൻ്റെ മുകളിൽ കോഫി പോലെ കുറച്ച് ഫ്രോത്ത് കണ്ട, അതിനുകൊണ്ടാണ് അവരിതൊരു കപ്പച്ചീനോ മഷ്റൂം സൂപ്പ് എന്ന് പറയുന്നത്. സൂപ്പ് ഔട്ട്സ്റ്റാൻഡിങ് കേട്ടോ. മഷ്റൂം സൂപ്പ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്, എക്സ്ട്രീംലി റിച്ച് earthy ഫ്ലേവേഴ്സ്, ഓവർ തിക്നെസ് ഇല്ല, അധികം ക്രീം ഇട്ടിട്ടില്ല.
ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. എനിക്ക് ആക്ച്വലി ഈ സൂപ്സിൽ മാത്രമാണ്, വേറെ ഒന്നിലല്ല, സൂപ്സിൽ മാത്രമാണ് ഐ പ്രിഫർ വെജ് ടു നോൺ വെജ്. കാരണം മഷ്റൂം ആണെങ്കിലും പംകിൻ ആണെങ്കിലും ഈവൻ ക്യാരറ്റ് സൂപ്സ് ആണെങ്കിലും ബ്രോക്കോളി, സാലറി, ഏത് സൂപ്പാണെങ്കിലും ഇറ്റ്സ് വെരി റിച്ച്, വെരി ഡെൻസ് ഫ്ലേവേഴ്സ് ആണ്. എനിക്ക് ചിക്കനും പിന്നെ സീ ഫുഡ് ചൗഡറൊക്കെ കൂടുതൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ കൂടുതൽ എനിക്ക് വെജ് സൂപ്സിനാണ് എനിക്ക് കൂടുതൽ ഒരു അട്രാക്ഷൻ തോന്നുന്നത്. അപ്പോൾ അത് എനിക്ക് വെജിറ്റേറിയൻ തന്നെയാണ് ഇഷ്ടം. ദിസ് സൂപ്പ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ സീസർ സാലഡ് ഞാൻ ഓർഡർ ചെയ്തു, പക്ഷേ ഡോണ്ട് തിങ്ക് ദിസ് സീസർ സാലഡ് ഇസ് ഹെൽത്തി ബിക്കോസ് ഇറ്റ്സ് ലോഡഡ് ഇൻ കാലറീസ്. അപ്പോൾ എല്ലാ സാലഡും ഹെൽത്തി അല്ല. ഇതിൽ ചീസ് ഉണ്ട്, ഫ്രൈഡ് ബ്രെഡ് ഉണ്ട്, ക്രൂട്ടോൺസ് ഉണ്ട്, മയണീസ് ഉണ്ട്, 1000 Islands ഡ്രസ്സിംഗ് ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഹെൽത്തി. അപ്പോൾ ഡോണ്ട് തിങ്ക് എവറി സാലഡ് ഇസ് ഹെൽത്തി. അപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ മെയിൻ കോഴ്സ് എത്തിയിട്ടുണ്ട്. അത് ഫ്രൈഡ് റൈസും എന്ത് ചിക്കൻ, അത് നമ്മൾ പറഞ്ഞത് കുംപോ ചിക്കൻ. അതാണ് ചൈനീസ് ഭയങ്കര ആഗ്രഹം ഫ്രൈഡ് റൈസ് കഴിക്കും. ഉച്ചയ്ക്ക് ഗ്രില്ല് കഴിച്ചുകൊണ്ട്. അപ്പോൾ ഡിന്നർ ഇസ് ഫ്രൈഡ് റൈസ് ആൻഡ് കുംപോ ചിക്കൻ. ഐ ഹാവ് ടു സേ ദിസ്, ദ ഫുഡ് ഹാസ് ബീൻ ലിപ് സ്മാക്കിംഗ്ലി ഡെലിഷ്യസ്. ഈ കുംപോ ചിക്കനും വെജിറ്റബിൾ ഫ്രൈഡ് റൈസും. ഫ്രൈഡ് റൈസ് സോ ടേസ്റ്റി. അധികം ടേസ്റ്റ് മേക്കേഴ്സോ സോൾട്ടോ അധികം ഒന്നുമില്ല. ആ വെജിറ്റബിൾസിൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ് റൈസിന്. വെരി വെൽ കുക്ക്ഡ് റൈസ്. ചെറുതായിട്ട് ഒരു ബൈറ്റ് ഉണ്ട്. ഈ സ്പ്രിംഗ് ഓണിയൻസും സെലറിയൊക്കെ ആ ഒരു വെജിറ്റബിളിൻ്റെ ക്രിസ്പിനെസ് ഉണ്ട്. സ്റ്റാർ ഇസ് ദിസ് കുംപോ ചിക്കൻ. ഞാനിവിടെ കുംപോ ചിക്കനിലൊന്നും അത്ര ഒത്തൻറ്റിക് ആയിട്ട് കഴിച്ചിട്ടില്ല. ബേസിക്കലി ഇതിൽ മെയിനായിട്ട് നമുക്ക് ചിക്കൻ്റെ കൂടെ ഒരു ബൈറ്റിന് വേണ്ടി ഗ്രൗണ്ട് നട്ട്സ് ആണ് വേണ്ടത്. കുംപോ ചിക്കനിൽ എപ്പോഴും ഗ്രൗണ്ട് നട്ട്സ്, ഈ റെഡ് പെപ്പേഴ്സും ചിക്കനും ഗ്രൗണ്ട് നട്ട്സ് ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൽ ആ മൂന്നും ഉണ്ട്. പക്ഷേ അവർ ഗ്രൗണ്ട് നട്ടിന് പകരം അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് വെച്ച്. ഗ്രൗണ്ട് നട്ട്സിന് പകരം അവർ കാഷ്യൂ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആക്ച്വലി എലിവേറ്റ്സ് ദ ഡിഷ്. ആൻഡ് ഡിസേർട്ട് അറ്റ് ലാസ്റ്റ് പാവൻ ഐസ്ക്രീം. പക്ഷേ ആദ്യമായിട്ട് ഇന്ന് ഇങ്ങനത്തെ ഒരു ബ്രൗണിയുടെ കൺസിസ്റ്റൻസി കാണുന്നത്. ഇറ്റ്സ് വെരി ഫഡ്ജി, കുറച്ചൊരു അലുവയുടെ ലുക്കാണ്. പക്ഷേ ഇറ്റ്സ് ഗോയിൻ ടു ബി വെരി റിച്ച് എന്ന് എനിക്ക് തോന്നുന്നത്. റിച്ച് ചോക്ലേറ്റ് ബ്രൗണി. ഗൈസ് ദിസ് ഇസ് ഓൾസോ അടിപൊളി. എനിക്ക് ക്രംബ്ലി ആയിട്ടുള്ള ഡ്രൈ ബ്രൗണീസിനും കാട്ടി ഇഷ്ടം ഇതുപോലെ ഫഡ്ജി ബ്രൗണീസാണ്. കണ്ട കട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ തന്നെ വരും. വാനില ഐസ്ക്രീം എനിക്ക് വേണമെന്നില്ല, ഈ ചോക്ലേറ്റ് ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാം. അടിപൊളി. അപ്പോൾ എൻഡ് ഓഫ് ദ ലാസ്റ്റ് മീൽ അടിപൊളിയായിരുന്നു. ദിസ് ഇസ് ടു ഗുഡ്, ടു ഗുഡ്. വേദു ഇത്രയും നേരം ഇരുന്നു എനിക്ക് വേണ്ടി. താങ്ക് യു വേദുമോൻ, താങ്ക് യു വേദുമോൻ. ഇതിന് ഫുഡ് കൊടുക്കണം. അത് ഉറക്കം വന്നു കഴിഞ്ഞാൽ കൊടുക്കാനും പാടാ. നോക്കാം എന്ത് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ കുറച്ചേരം ഇനി ഉറക്കിയിട്ട് കൊടുക്കണം. ഫുഡ് കൺഫ്യൂഷനാണ്. ഉറക്കം ആക്ട് ചെയ്യുന്നു. എന്തൊരു ആക്ടിങ്. ഉയ്യോ ഉറങ്ങിപ്പോയി വേദു. ഗൈസ് ഡിന്നർ അപ്പോൾ ഞാൻ നെസ്റ്റോ ആണ് കലക്കുന്നത്. ഇത് ഞാൻ ഏകദേശം ഒരു 200 ml 4 സ്കൂപ്പ് നെസ്റ്റോ ഇടും. പക്ഷേ ഇപ്പോൾ വേദുവിന് ഇത് ഇഷ്ടം കുറഞ്ഞു തുടങ്ങി. കാരണം അവന് ബാക്കിയുള്ള ഫുഡൊക്കെ ഫ്ലേവേർഡ് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഇത് വളരെ ബ്ലാൻഡാണ്. പക്ഷെ എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് തന്നെ കൊടുക്കാം. സേഫ് ഓപ്ഷൻ ഇത് തന്നെയാണ്. കോസ്റ്റ് ഗൈസ് ഭാഗ്യം കാലിയായി. 4 മിനിറ്റ് 48 സെക്കൻഡിൽ കാലിയായി. ഫുൾ കഴിച്ചു. ആൻഡ് ഭാഗ്യം. ഇനിയിപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. പോവാം. അമ്മയില്ല, അമ്മനെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. ഓക്കെ പോയിക്കോ. അപ്പോൾ കഴിച്ചു തരാം. പോയിക്കോ, ഓടിക്കോ. അപ്പോൾ സമയം ഇപ്പോൾ 10:15 ആയിട്ടുള്ളൂ. പക്ഷെ ഭാഗ്യം ചെയ്തു 5 മിനിറ്റിൽ ഉറങ്ങി. ഇനി അപ്പോൾ ഇനി എനിക്കൊരു 2 മണിക്കൂർ വ്ളോഗ്സ് ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അതിന് എൻ്റെ കുറച്ച് ഓൺലൈൻ വർക്ക്സ് ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് അപ്പോൾ എനിക്കിന്ന് അറ്റ്ലീസ്റ്റ് സാധാരണ 2 മണി 3 മണി 4 മണിക്കൊക്കെ കിടക്കുന്നത്. ഇന്ന് എന്തായാലും എനിക്കൊരു ഏകദേശം ഒരു 1 മണിക്ക് മുമ്പ് എന്തായാലും കിടക്കാൻ പറ്റും. പക്ഷെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിക്കാൻ പറ്റില്ല. വേദു ഉറങ്ങുമല്ലേ. വേദു എഴുന്നേറ്റാൽ ഞാനും വേദും പോയി കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ നാളെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേദുവിന് കൊടുക്കാൻ പോകുന്നൊരു വളരെ ലൈഫ് ലോങ് ട്രഷർ ചെയ്യാൻ പറ്റുന്നൊരു ഗിഫ്റ്റ്. അതിപ്പോൾ രാത്രി കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ലൈറ്റൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഗോപ്രോയിൽ എടുക്കുന്നത്. സോ എനിക്ക് തോന്നുന്നില്ല നല്ല ക്ലാരിറ്റി കിട്ടുന്നത്. രാവിലെ നമുക്ക് വിൻഡോയിൽ അടുത്തിരുന്ന് ആ ഒരു ഗിഫ്റ്റും കൂടെ കാണിച്ചു തരാം. ഐ എം വെരി എക്സൈറ്റഡ്. ഞാനും അത് തുറന്നിട്ടില്ല കേട്ടോ. സോ ഐ എം ഓൾസോ വെരി എക്സൈറ്റഡ് ടു സീ ഹൗ ഇറ്റ് ടേൺഡ് ഔട്ട്. അപ്പോൾ ഞാൻ പോയി വർക്ക് ചെയ്യട്ടെ.
എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗൈസ്, സമയം 3:20. വേദു കിടന്ന് ഉറങ്ങിയാണ്. ഇപ്പോൾ വേദു ഫുൾ എഴുന്നേറ്റു. ഞാൻ ലൈറ്റൊക്കെ ഇട്ടത്. സ്റ്റാഫ് വന്ന് ഇവിടെ ഫാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് സോ ഹോട്ട് ഇൻ ദിസ് റൂം. ടെമ്പറേച്ചർ അവർ AC യുടെ 25-ലാണ് സെറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അത് കൊറോണ കാരണം 25-ൽ താത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വയ്യായിരിക്കും. ഇറ്റ് ഈസ് 25. സോ ഇറ്റ്സ് വെരി ഹോട്ട്. അപ്പോൾ ഒട്ടും കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ഫാനെങ്കിലും വെച്ച് ഉറങ്ങാൻ പറ്റിയതുണ്ടായിരുന്നു. നമ്മൾ റിലാക്സ് ചെയ്യാൻ ഇവിടെ വരുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം എന്തായാലും കുളമായിപ്പോയി. സോ അവർ താജിൽ നിന്ന് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ ടെമ്പറേച്ചർ 25 കുറയ്ക്കാൻ പാടില്ലാന്ന്. സോ വേദു ഭയങ്കര ക്രാങ്കിയാണ്. നീ എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കണം. ഗുഡ് മോർണിംഗ് വേദു. ഗുഡ് മോർണിംഗ് വേദു മോൻ. ഗുഡ് മോർണിംഗ് വേദു. എന്നിട്ട് പാമ്പർ മാറ്റി കുളിച്ച് ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി നമുക്ക് ഇവിടുന്ന് ചെക്ക് ആവാൻ അല്ലേ? ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഗിഫ്റ്റ്. ഇത് ആക്ച്വലി ഐ ഫീൽ ഇറ്റ്സ് ലിറ്റിൽ ബി എ ലൈഫ് ലോങ് കമ്പാനിയൻ ഫോർ വേദു. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് സ്പെൽ എ സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു ബുക്കാണ്. ഓക്കെ, അപ്പോൾ ആ ബുക്കിൽ ഒരു ഗ്ലോസറി വരുന്നുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് ഉണ്ടെങ്കിൽ ഒരു ഡിക്ഷണറി പോലെ അത് വരുന്നുണ്ട്. വേദു, ദിസ് ആക്ച്വലി കണ്ട വാവുന്ന്. ദിസ് ഇസ് ആക്ച്വലി അമേസിങ്. പ്രിയങ് ഇത് കണ്ടിട്ടില്ല. ഞാനിത് എപ്പോഴാണ് ഇത് തുറക്കുന്നത്. ഇതില് ബേസിക്കലി നമ്മുടെ കുട്ടിയുടെ പേര് കാണും. ആ കുട്ടിയായിരിക്കും ഈ ഒരു സ്റ്റോറി ബുക്കിലെ സെൻട്രൽ ക്യാരക്ടർ. സോ ഇറ്റ്സ് എ ബുക്ക് അബൌട്ട് ദം. ആൻഡ് അതിൽ നമുക്ക് നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കുറച്ച് ലൈൻസും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അതും അവർ ഈ ഒരു സ്റ്റോറിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് എ വെയിൽ ഓഫ് എ ടൈം കണ്ട, വെയിൽ ഓഫ് എ ടൈം എന്ന് പറഞ്ഞ ഒരു അടിപൊളി ടൈം. സ്റ്റാറിങ് വേദു. വേദു ആണ് ഹീറോ. അപ്പൊ ഇതിന്റെ കഥയുടെ ബേസിക് one fine day a little boy gets lost in the sea. What does he do? How will he get home? The story is an incredible journey that he makes and okay, nice. It's an incredible journey എന്ന് പറഞ്ഞു. So this is an amazing gift. വേദു എത്ര വർഷം കഴിഞ്ഞാലും ഇത് വേദുവിന് ഒരു ട്രഷർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിലെ ഫസ്റ്റ് പേജിലാണ് നമ്മുടെ ഒരു ഞാനും ഞാൻ കൊടുത്ത ഒരു പ്രിയക്ക് അറിയില്ലായിരുന്നു. ഞാൻ കൊടുത്ത ഒരു മെസ്സേജ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിയർ വേദു, വി വോണ്ട് യു ടു ലിവ് ഈച്ച് ഡേ ഓഫ് യുവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. ഓൾവേസ് മേക്ക് അതേഴ്സ് സ്മൈൽ. വി വിൽ ഓൾവേസ് ഹാവ് യുവർ ബാക്ക് and you will always be our little boy. We will always be your happy family. We love you more than words can express. Love, mom and dad. Imagine, ഇപ്പൊ വേദു ഇത് വായിക്കും. 10 വയസ്സ് കഴിഞ്ഞാലും വായിക്കും, 20 വയസ്സ് കഴിഞ്ഞാലും വായിക്കും. കല്യാണം കഴിഞ്ഞ് കൊച്ചുങ്ങൾക്കും വായിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആൻഡ് വെരി ഹൈ ക്വാളിറ്റി ആണ്. ഓരോ പേജസും നല്ല കളർ സ്കീംസ് ആണ്. വേദു ആണിത്. ഈ ക്യാരക്ടറിന് 2-3 ഓപ്ഷൻസ് ഉണ്ട്, നമുക്കത് സെലക്ട് ചെയ്യാം. ഇതാണ് വേദു കേട്ടോ. വേദു ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. വേദു എവിടെ? ദാറ്റ് ഇസ് വേദു. ഓക്കെ, ഇപ്പോൾ സൂക്ഷിക്കണം. വേദു ഇത് കീറാൻ പാടില്ല ബാക്കിയുള്ള ബുക്സ് ഒക്കെ പോലെ. ബായ് അല്ല, അവരൊക്കെ കാണട്ടെ വേദു എന്താ ചെയ്യുന്നതെന്ന്. സോ it's so good. I feel it's a really good gift and it might encourage kids to നിങ്ങളുടെ പിള്ളേർക്കും കുറച്ച് ഇൻട്രസ്റ്റ് കാണും. കാരണം അവരെ കുറിച്ചുള്ള ഒരു കഥയാണെന്നൊരു ഫീലിംഗ് വരുമ്പോഴേ ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് വേദു എന്ന്. ഫ്യൂ സെഡ് വേദു. സോ അങ്ങനത്തെ ഒരു ഭയങ്കര സംഭവമാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ ഓർഡർ ചെയ്യണം, വെബ്സൈറ്റ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഐ ഫീൽ ദിസ് വിൽ ബി എൻ അമേസിംഗ് ഗിഫ്റ്റ്. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊക്കെ വായിക്കാൻ മടിയുള്ള ഒരു കാലത്ത് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് അടിപൊളിയായിരിക്കും. സോ വേദു, ദിസ് ഇസ് മൈ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫോർ യു. യു ഹാവ് ടു ഓൾവേസ് ട്രഷർ ഇറ്റ് കേട്ടോ. എപ്പോഴും സൂക്ഷിച്ചു വെക്കണം. ഗൈസ്, അപ്പൊ വേദു അപ്പ് ഇട്ടിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ വേദു അപ്പ് ഇടും. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. പിന്നെ നമ്മൾ വെളിയിൽ പോകുമ്പോൾ വേറെ വിഷയം ഉണ്ടാവാറില്ല, അൺലെസ് പിന്നെ കുറെ വല്ലതും കഴിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ. സോ എന്തായാലും എന്റെ ലാസ്റ്റത്തെ അപ്പ് ക്ലീനിങ് ആണ്. അതിനോട് കുളിപ്പിച്ചിട്ട് ഡ്രസ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും.
അപ്പോൾ ഡാഡ് ആൻഡ് സൺ സ്റ്റേക്കേഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഇറ്റ് വാസ് വെരി ചലഞ്ചിങ്, പക്ഷേ ഇറ്റ് വാസ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഫസ്റ്റ്ലി ഒറ്റയ്ക്ക് കൊച്ചുങ്ങളെ നോക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർ ആരാണെങ്കിലും ബിഗ് സല്യൂട്ട്. എന്തായാലും ഇതൊരു ഡിഫറെന്റ് വ്ളോഗ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. പക്ഷെ ഇനി മേല ഈ ഒരു പരിപാടിക്ക് ഞാനില്ല. ഞാനും പ്രിയയും വേദുമായിട്ടുള്ള ട്രിപ്പ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാനും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഞാനും വേദുമായിട്ട് ഇനി കുറച്ച് കാലത്തേക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഒരു സംഭവം ഇല്ല. കാരണം ഇറ്റ്സ് റിയലി ഹെക്ടിക്. ബൈ. ഫ്ലൈങ് കിസ് കൊടുത്തേക്ക്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആ ബുക്കിൻ്റെ കാര്യം മറക്കരുത്. സ്പെൽ സ്റ്റോറി ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇറ്റ്സ് റിയലി എ വണ്ടർഫുൾ ഗിഫ്റ്റ്. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. ആൻഡ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഓൾവേസ് സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.